ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരും വിശേഷം? സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇഫ്താറിന് വേണ്ടിയിട്ട് 2 അടിപൊളി സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് സേമിയ ഉറപ്പിച്ചതാണ്. അതിലേക്ക് വേണ്ടി ഞാനൊരു 500 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഈ പാനിൽ തന്നെ ഞാൻ ആദ്യം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പാനിൽ തന്നെ ഞാൻ ആദ്യം അതിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ്, അതായത് ഇതൊന്ന് പൊരിച്ച് കോരിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ പാനിൽ തന്നെ നമ്മൾ സേമിയ വറുത്തെടുക്കുന്നത് കേട്ടോ. പാൻ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2-3 സ്പൂണ് നെയ്യിട്ട് കൊടുക്കാം. 2 സ്പൂൺ മതിയാവും. പാൻ ചൂടായി വരുമ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഈ നട്ട്സ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. ഇതൊന്ന് വറുത്തെടുത്തിട്ട്, അതായത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മളിതൊന്ന് ഇങ്ങോട്ട് കോരി മാറ്റുന്നുണ്ട്. മുഴുവനായിട്ട് ഇതിലിടുന്നതില്ല. കുറച്ച് നമ്മൾ ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മേലിടേണ്ട ആവശ്യമുണ്ട്. ഈ നട്ട്സ് ഏകദേശം കളർ മാറി വരുമ്പോൾ നമുക്ക് ഈ റൈസിൻസ്, അതായത് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ മുന്തിരി ഞാൻ മുഴുവനായിട്ട് വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഈ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് ഈ സേമിയ ഇട്ട് കൊടുത്ത് ഇതൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. ഒരു ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ, ഇപ്പോൾ തന്നെ ഗോൾഡൻ കളറാണ്, കുറച്ചൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിന്ന് മാറ്റാം കേട്ടോ. നമ്മളെ സേമിയ ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ഒരു നമ്മളെ ഗോൾഡൻ കളറിനും ഒരു ചെറിയ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്, ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. ഇത്രയും മതിയിട്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വേഗം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മളെ സേമിയ വറുത്തത് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ കളറ്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സേമിയ ഉറപ്പിച്ചത് ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഇഷ്ടമാണ്. ഇഫ്താറിന് മാത്രമല്ല, നമുക്ക് ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത് കേട്ടോ. അതിന് വേഗം നമുക്ക് സേമിയ ഉറപ്പിച്ചത് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഇതേ സെയിം പാൻ തന്നെ എടുത്തിട്ട് നമ്മൾ സേമിയ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് വീണ്ടും ഞാനൊരു 1-2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 തരം പാലെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തതാണ്. ഇതൊരു 250-300 ml പാലുണ്ട് കേട്ടോ. അതുപോലെ ഒരു 1/4 കപ്പ് ഫ്രഷ് മിൽക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വെറും തേങ്ങാപ്പാൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് വേഗം ഈ പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതന്നെ ഇതിലേക്ക് മതിയാവും. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1-2 സ്പൂൺ കൂടി കൂട്ടിയിട്ട് കൊടുക്കാം. ഇതോടുകൂടെ തന്നെ ഒരു മധുരത്തിന് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുമല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരല്പം മതി, കൂടി പോണ്ട. ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഈ മിക്സ് ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് സേമിയ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ്. ഇതിലേക്ക് നമുക്കൊരു അല്പം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് അത് അടച്ച് വെക്കാം. പക്ഷേ ഇത് തിളച്ച് തൂവി പോയത് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റൊക്കെ പോവും. ഈ പാലൊക്കെ ഒന്ന് തിളച്ച് പോകാണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഈ നട്ട്സും മുന്തിരിയും ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് മേലെ ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് തിളയ്ക്കാൻ തുടങ്ങുന്ന കാണുമ്പോൾ തന്നെ വേഗം ഇത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ ഇത് തിളച്ച് തൂവിയാൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും. നമ്മൾ പാലിൻ്റെ മിക്സ് തിളച്ച് വരുന്നുണ്ട്, കണ്ടല്ലോ. ഇത് തിളച്ച് തൂവാനും നിൽക്കണ്ട. നമുക്ക് ഇതിലോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം, വെർമിസെല്ലി. ഇതൊന്ന് ജസ്റ്റ് ഇതിലൊന്ന് വറ്റി കിട്ടേണ്ട ടൈം മാത്രമേ ഉള്ളൂ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വറ്റി കിട്ടും കേട്ടോ. കൂടിയാൽ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് വറ്റിയാൽ മാത്രം മതി. നമ്മൾ സേമിയ ഉറപ്പിച്ചത് റെഡിയായി വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കാരണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതല്ലേ സേമിയ. അതുകൊണ്ട് തന്നെ അധിക സമയമൊന്നും വേണ്ട. ഈ മിക്സിയിൽ ഇതൊന്ന് വറ്റി കിട്ടുന്ന ടൈം മാത്രം മതി. ഒന്നും കൂടെ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2 മിനിറ്റും കൂടെ ഇതൊന്നും ഇങ്ങനെ ഇതിൽ കിടന്ന് തിളച്ച് വറ്റട്ടെ. സേമിയൊക്കെ ഇത് വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് ട്രേയിലേക്ക് മാറ്റുന്നത്. ഇനി മതി, ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പണി. നമുക്ക് വേഗം സെറ്റ് ചെയ്യാൻ വെച്ചാൽ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലായിടത്തും ഒന്ന് നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും കേട്ടോ. നമുക്ക് ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയി കിട്ടും.
ഇനി ഇതിൻ്റെ മേലെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ കുറച്ച് നട്ട്സും മുന്തിരിയൊക്കെ അതും കൂടെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി സേമിയ ഉറപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ്. നമുക്ക് ഇഫ്താറിന് മാത്രമല്ല കേട്ടോ, അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് ചെയ്യാനും പറ്റും. കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പം തന്നെ ഇത് ഉറച്ചു കിട്ടും, ഇത് സെറ്റായി കിട്ടും. നമുക്ക് റൂം ടെമ്പറേച്ചറിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വെക്കാം. ഇനി എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ, നിങ്ങൾ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വെറൈറ്റി ഫില്ലിംഗ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സമൂസയാണ് കേട്ടോ. അപ്പോൾ ഈ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കാം നമുക്ക്. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, ഒരു 2-3 സ്പൂണ്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു 5 വലിയ സവാള നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പുതിനയില, ഒരു 1.5 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് എനിക്ക് അധികം ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അത് മതി കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫില്ലിംഗ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ പൊതുവെ ചെയ്യുന്ന യൂഷ്വലായി ചെയ്യുന്ന സമൂസക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഇത്. നമ്മൾ സവാള ഇതിലൊക്കെയുള്ള സാധനങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയല്ലേ. ഇനി ഞാൻ ഇടാൻ പോകുന്ന സാധനങ്ങൾ സീക്രട്ട് ആയിട്ടുള്ള സാധനങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊക്കെ ആവശ്യമുള്ള ഉപ്പും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലൊക്കെയുള്ള മീറ്റ് ഉണ്ടാക്കിയാൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിടുക കേട്ടോ. ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സാധാരണ നമ്മൾ സമൂസക്കൊക്കെ മസാല വഴറ്റിയെടുക്കുന്നത് പോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. ഒരു 1-2 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. 1-2 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. ഒരു ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് ഇതിലേക്ക് സ്പൈസസ് കുറച്ചേ ചേർക്കുന്നുള്ളൂ. അതായത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണ് നമ്മൾ മസാല പൊടി ഇവിടെ ഞാൻ പൊടിച്ചെടുത്താണ്. അതൊക്കെ കൂടി ഞാൻ ഒന്നിച്ചാക്കിയെടുത്താണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇളക്കി കൊടുത്ത് 1 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കാം. ജസ്റ്റ് ഒരു 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ സവാളയും ഇതിൽ ചേർത്ത മിക്സൊക്കെ ഒന്ന് ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ സീക്രട്ട് ഇന്ത്യ. അതായത് ചിക്കൻ ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. നമ്മൾ ഉപ്പും മഞ്ഞളിട്ട് വേവിക്കുക. സാധാരണ നമ്മൾ ചിക്കൻ ഇത് തേക്കുന്ന മസാലകളൊക്കെ പൊരിക്കാൻ വേണ്ടി തേക്കില്ല, അതുപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ചേർത്തിട്ട് പൊരിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പിച്ചെടുത്തതാണ്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഇട്ട് ഞാൻ ചെയ്ത് നോക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മറ്റേത് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ നിങ്ങളൊന്ന് ഇങ്ങനെ ഈ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ടിട്ടൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിട്ടിട്ടൊന്ന് നന്നായി 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ചേർന്നതിന് ശേഷം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോവാണ്. ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു, അതായത് വെജിറ്റബിൾ മിക്സ് ആണ് ഇത് കേട്ടോ. ഇവിടെ ഇത് ഫ്രോസൻ്റെ ഇത് കിട്ടും ഇവിടെ പാക്കറ്റ്. അതിൽ നിന്ന് ഞാനൊരു കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് ഇട്ടിട്ട് സമൂസ നല്ല ടേസ്റ്റാണ്. നമ്മളിവിടെ പൊതുവെ എല്ലാ ഇറച്ചി സമൂസയിലും ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അതായത് ഇവിടെ ഇത് ഫ്രോസന് കിട്ടും. അപ്പോൾ ഇതും കൂടി ഇതിൽ നമ്മൾ ബീൻസ്, ക്യാരറ്റ്, കോണ്, ഗ്രീൻ പീസ് ഇതൊക്കെ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെ അല്ലെങ്കിൽ ഇനി വേവിച്ചും ചേർക്കുകയാണെങ്കിൽ നാട്ടിലൊക്കെ ഇനി ഇത് കിട്ടും എല്ലായിടത്തും കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഈ വെജിറ്റബിൾ മിക്സും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഇതൊന്ന് ഇളക്കിയെടുക്കും. ഇത്രയേ ഉള്ളൂ നമ്മളെ സമൂസേൻ്റെ മിക്സിങ്ങിൻ്റെ പണി. അതായത് നമ്മൾ സമൂസേൻ്റെ മസാല ഇവിടെ റെഡിയാക്കാൻ ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഈ മിക്സ് വെച്ചിട്ടുള്ള സമൂസ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതാണ് ഞാൻ പറഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ടാണെന്ന്. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോയെന്ന് എനിക്കറിയില്ല. ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തത് മറ്റേനേക്കാളും എനിക്ക് ടേസ്റ്റ് തോന്നി. അപ്പോൾ നിങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇത്രയേ ഉള്ളൂ പണി. ഇത് നമ്മൾ ഫ്രോസൺ വെന്ത സാധനങ്ങളായതുകൊണ്ട് അധികം നേരം ഇതിൽ വെക്കേണ്ടതില്ല. ഇതേപോലെ തന്നെ ഒരു 1-2 മിനിറ്റ് ഒന്ന് വെറുതെ അടച്ചൊന്ന് വെക്കാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡിയായി. ഇനി ഇത് നമുക്ക് അടുപ്പൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ സമൂസ ഇതിൽ ഫില്ല് ചെയ്യാം. നമ്മളെ സമൂസേൻ്റെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് സമൂസ ഫില്ല് ചെയ്തെടുക്കാം. അതിൻ്റെ സമുദ്ര ഷീറ്റ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ചപ്പാത്തിക്ക് കൊഴുക്കുന്ന പോലെ പരത്തിയെടുത്ത് മുറിച്ചെടുത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സമുദ്ര ഷീറ്റ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയിരിക്കും. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദമാവ് ഇവിടെ നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ സമൂസൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടാണ്. പെട്ടെന്ന് തന്നെ സമൂസ ഫില്ല് ചെയ്യാം. അപ്പോൾ ഫില്ല് ചെയ്യുന്നത് ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, ചിലർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ കാണിക്കാം.
ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളി. 2-3 ഞാൻ കാണിക്കാം, 1-2 കാണിക്കാം. അപ്പം ഇതിൻ്റെ ഷീറ്റ് മൊത്തത്തിൽ ഇങ്ങനെ നീളമുള്ള ഷീറ്റ് ഇങ്ങനെ എടുത്തിട്ട് ആദ്യം ഇത് നമ്മൾ ഒന്ന് കോണാക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ ഫില്ലിങ് അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അധികം തിക്കാക്കുകയും വേണ്ട, എന്നാലും നല്ലോണം ഒന്ന് നിറച്ച് കൊടുക്കാം. ഇത്രയും മതി. ഇനി ഈ ഭാഗത്തിന് ഇത് ഒന്നിച്ചാണ് നമ്മളിങ്ങനെ ഇങ്ങോട്ട് മടക്കുന്നത്, ഉണ്ടല്ലോ കോണായിട്ട്. ഇതിൻ്റെ ഇത്ര ഭാഗമാണ് നമുക്കിവിടെ വേസ്റ്റ് വരുന്നത്. അതിന് നമുക്ക് ഒന്നിച്ച് ഈ പേസ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിങ്ങനെ ഇവിടെ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വിരൽ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം കാണിച്ചില്ലേ, ഇതിനെങ്ങനെ നമ്മൾ ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. ഇതിൻ്റെ ഇത്തിരി ഭാഗം ഇവിടെ ബാക്കി വരില്ല, അതിനങ്ങോട്ട് മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ സമൂസ മടക്കിയെടുക്കാൻ ചുറ്റാനുള്ള പണി. നല്ല പെർഫെക്റ്റ് സമൂസ. ഇത് നമ്മൾ ട്രൈയിലേക്ക് മാറ്റുകയാണ്. ബാക്കിയുള്ളതും കൂടി നമുക്ക് മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സമൂസ ഇങ്ങനെ അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടി എനിക്ക് കുറച്ചുണ്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്, വേഗം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചെണ്ണം എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നല്ല അടിപൊളി സമൂസ അതുണ്ടോ, നല്ല കറക്റ്റ് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾ അറിയാത്തവരൊന്ന് പതുക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ചുറ്റുന്നത് ചിലവർക്ക് പ്രയാസമായിരിക്കും, അത്രേ ഉള്ളൂ പണി കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ സമൂസ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ സമൂസ ഫ്രൈ ചെയ്തെടുക്കാം. പാനൊക്കെ നന്നായി ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് വലിയ പാനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒന്നിച്ച് പൊരിച്ചെടുക്കാൻ വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി ഓയിൽ. എനിക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ, കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ വലിയ പാൻ എടുത്തത് കേട്ടോ. ഇതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇത് വെട്ടി തിളക്കൊന്നും വേണ്ട, കാരണം ഇത് ഷീറ്റ് വെച്ചിട്ടല്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. നല്ല ഒരുവിധം നന്നായി ചൂടായിട്ടുണ്ട്. ഓരോന്നായിട്ട് സമൂസ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ മാറ്റിയെടുക്കാം, എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. എണ്ണ നന്നായി ഒരുവിധം ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇട്ടത്. പക്ഷേ പിന്നെ നമ്മൾ മീഡിയത്തിലോട്ട് മാറ്റണം കേട്ടോ, കാരണം പുറംഭാഗം വേഗം കരിഞ്ഞു പോകും. ഒരു 1-2 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളെ ഫസ്റ്റ് ബാച്ച് സമൂസ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ള നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി അതിന് ക്രിസ്പി ആയിട്ടുള്ള പൊരിച്ച ചിക്കൻ വെച്ചിട്ടുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ചൂടോടെ തന്നെ നമുക്ക് ഇഫ്താറിന് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള 2 ഇഫ്താർ വിഭവങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.